ജന്മനാൽ അല്ലാതെ ഉം. നല്ല അവസ്ഥയിൽ കണ്ണുകളുമായി ജനിച്ച് ഉം. പിന്നീട് പല അപകടങ്ങളോ രോഗങ്ങളോ അല്ലെങ്കിൽ ജീവിത സാഹചര്യത്തിൽ നമ്മുടെ ടെലിവിഷൻ സ്ക്രീന് പ്രത്യേകിച്ച് ഈ കാലത്ത് മൊബൈൽ ഉം. ഉം. സ്ക്രീനിലേക്കുള്ള അമിത ഉം. നോട്ടം, ഇത്തരം കാരണങ്ങളാൽ ഇങ്ങനെ നല്ല അവസ്ഥയിൽ ജനിച്ച കുട്ടികൾക്ക് പിന്നീട് കൊങ്ങണ്ട് വരാനുള്ള സാധ്യത അതെ അതെ, പെടുന്നു. ഭൂരിഭാഗം കേസും അങ്ങനെ തന്നെയാണ്. ജന്മനാ, അതായത് ജനിച്ച ഉടനെ തൊട്ട് നല്ല രീതിയിൽ മറുകണ്ണുള്ളത് ആക്ച്വലി അത് അപൂർവമാണ്, വളരെ കുറവാണ്. ഭൂരിഭാഗം കേസിലും അതായത് ഒരു ഇൻഫൻറ്റൈൽ ഈസോട്രോപ്പിയ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് യൂഷ്വലി സാധാരണ ഒരു 6 മാസത്തിന് ശേഷമാണ് പ്രകടമായിട്ട് വരാറുള്ളത്. പിന്നീട് വരുന്ന കണ്ണിൻ്റെ പവറിൻ്റെ പ്രോബ്ലം കൊണ്ട് വരുന്നതായിട്ടുള്ള മറുകണ്ണുകൾ, അതിൽ അക്കമഡേറ്റീവ് ഈസോട്രോപ്പിയ എന്നൊക്കെ പറഞ്ഞു വരുന്നത്, അത് വരുന്നത് സാധാരണഗതിയിൽ ഒരു 1.5-2 വയസ്സ്, അതായത് കുട്ടികളൊന്ന് നടന്നൊക്കെ തുടങ്ങി ദൂരക്കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങുന്ന ആ ഒരു ഘട്ടത്തിലാണ് വരാറുള്ളത്. പിന്നീട് കുട്ടികൾ കുറച്ചുകൂടി വലുതായി വരുമ്പോൾ വേറെ രീതിയിൽ പവറിൻ്റെ വ്യത്യാസം, അതായത് നമ്മളെ ഷോർട്ട് സൈറ്റൊക്കെ കൂടുതലായിട്ട് വരുമ്പോൾ വരുന്ന രീതിയിലുള്ള മറുകണ്ണുണ്ട്. അത് ചില സമയത്ത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അവർക്ക്, ചില സമയത്ത് നല്ല രീതിയിൽ പ്രകടമായിട്ട് വരും. അങ്ങനത്തെ ടൈപ്പ് ഉണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ അപകടം പറ്റുമ്പോൾ ഒക്കെ വരുന്ന, ഞരമ്പുകൾക്ക് തകർച്ച കാരണം അപകടം പറ്റുമ്പോൾ വരുന്നത്, ബ്രെയിനിൽ ബ്ലീഡിങ് ഒക്കെ പറ്റുമ്പോൾ വരുന്നത്, അങ്ങനെയൊക്കെയുള്ള പല ടൈപ്പ് ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളാ പറഞ്ഞ ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അതിനൊരു പേര് തന്നെ അവർ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ, സ്മാർട്ട് ഫോൺ അസോസിയേറ്റഡ് അക്യൂട്ട് കൺകമിറ്റൻ്റ് ഈസോട്രോപ്പി ആണ്. സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് അത് കാരണം വന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള മറുകണ്ണ്, സ്മാർട്ട് ഫോണിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം കാരണം വരുന്നത്. അതിപ്പോൾ മിക്കവാറും എല്ലാ ദിവസവും ഓരോ OPയിൽ ഒരു പേഷ്യൻ്റെങ്കിലും വെച്ചിട്ട് മിനിമം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഗണ്യമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സമയമാണ് അത് കാരണം അത് വളരെയധികം വർദ്ധിച്ചു. അത്രമാത്രം അതെ 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 മൊബൈൽ ഫോൺ ജീവിതത്തിൽ അതെ. നമ്മൾ ആദ്യമൊക്കെ കുട്ടികളോട് പറഞ്ഞ് പേടിപ്പിക്കുമല്ലോ, ഇങ്ങനെ മൊബൈൽ ഉപയോഗിച്ചാൽ കണ്ണ് കേടുവരും എന്നുള്ളത്. നമ്മളതിങ്ങനെ ലൈവായി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പവർ കുറയുന്നു, കണ്ണിന് ഡ്രൈനെസ് വരുന്നു, പിന്നെ അതുപോലെ കോങ്കണ്ണ് വരുന്നു, ഇതുപോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോന്ന്.